സർവമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. 23-ാമത്തെ അധ്യായത്തിലാണ് സപ്തകൃഷ്ണാദികളുടെ ലക്ഷണം. സപ്തകൃഷ്ണാദി അതെന്താന്ന് നമുക്ക് നോക്കണ്ടേ. ഭക്ഷണം കഴിയുമ്പോൾ അമൃതാഭിധാനമസി എന്ന് ചൊല്ലണം. എന്റെ പാത്രത്തിൽ ബാക്കിയാകുന്ന അന്നം കൊണ്ട് എന്റെ വംശത്തിൽപ്പെട്ടവരും ദാസീദാസന്മാരും തൃപ്തിപ്പെടട്ടെ എന്ന് പറഞ്ഞ് കുടിക്ക നിർവഹിക്കണം. എത്രയോ യുഗമായി രൗരവത്തിൽ കഴിയുന്നവർ ഞാൻ തരുന്ന തീർത്ഥജലത്താൽ തൃപ്തിയാകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഊണ് കഴിഞ്ഞാൽ പവിത്രം നിലത്ത് വെക്കണം. ഊണ് കഴിച്ച പാത്രത്തിൽ വെക്കരുത്. എച്ചിൽ തൊട്ടാൽ പഞ്ചഗവ്യം കഴിച്ച് ശുദ്ധമാകണം. ഉച്ഛിഷ്ടമല്ലാത്തത് തൊട്ടാൽ കുളിച്ചാൽ മതി. ഒരു പ്രാണാഹുതി ചെയ്യുന്നത് കൊണ്ട് കോടി യത്നം ചെയ്താലുള്ള ഫലം കിട്ടും. നാരദ മഹർഷി 5 പ്രാവശ്യം പ്രാണാഹുതി ചെയ്താലോ 5 കോടി യത്നം ചെയ്ത ഫലം കിട്ടും. പ്രാണാഗ്നിഹോത്രത്തെ പറ്റി അറിവുള്ള വിപ്രന് അന്നദാനം ചെയ്യുകയാണെങ്കിലോ കൊടുക്കുന്നവന് ഉണ്ണുന്നവന് സ്വർഗവാസം സാധ്യമാകും. പവിത്രം കയ്യിലിട്ട് ഭുജിക്കുന്നവന് ഉണ്ണുന്ന ഓരോരുള്ളയും പഞ്ചഗവ്യത്തിന് സമമാണ്. പൂജക്കുള്ള 3 കാലത്തിലും ജപം, തർപ്പണം, ഹോമം, ബ്രാഹ്മണ ഭോജനം എന്നിവ നിർബന്ധമായും ചെയ്യണം. ഇതിനെയാണ് പുരശ്ചരണം എന്ന് പറയുന്നത്. വെറും നിലത്ത് കിടക്കണം. ചിത്തശുദ്ധി ഉണ്ടാവണം. ലഘുവായി ഭോജനം ചെയ്യണം. നല്ല വർത്തമാനമേ പറയാവൂ. 3 നേരം സ്നാനം ചെയ്യണം. അതേ കുളി തന്നെ. ഇതേന്ദ്രിയനാകണം. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാകണം. കഴിയുന്നതും മൗനിയായിരിക്കണം. ഒരുപാട് വർത്തമാനം പറയാൻ പാടില്ല. അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക. അത് തന്നെ കുറക്കുന്നത് നല്ലതെന്ന് പറയുന്നു. ജപം, ഹോമം തുടങ്ങിയവ ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നമസ്കരിച്ച് ആരോടും കുശല പ്രശ്നം ചെയ്യരുത്. സ്ത്രീ വിഷയം സംസാരിക്കുകയേ പാടില്ല. ത്രികരണങ്ങളെ കൊണ്ടും വിഷയത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ദുസ്നാനം കഴിഞ്ഞാൽ ധർമ്മപത്നിയെ സമീപിക്കാം. ദുസ്നാനം ചെയ്ത ദിവസം സംയോഗം ആവാം. 3 തരം കടങ്ങൾ വീട്ടാത്തവനും പുത്രോത്പാദനവും തർപ്പണവും ചെയ്യാത്തവനും നരകത്തിൽ പതിക്കും. അവന്റെ ജന്മം ആട്ടിൻകഴുത്തിലെ മുല പോലെയാണ്. ദേവഗണം, പിതൃഗണം, ഋഷിഗണം, ഇതാണ് 3 കടങ്ങൾ. ഇവർക്കുള്ള കടം ബ്രഹ്മചര്യം, തിലോദകം, യജ്ഞം എന്നിവ കൊണ്ട് വീട്ടാൻ പറ്റും നാരദ മഹർഷി എന്ന് പറയുന്നു. കൃഷ്ണചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കുന്നവനുണ്ടല്ലോ, പഴമോ പാലോ ഹവിസ്സോ മാത്രം പൂജിച്ചിട്ട് ഇത് അനുഷ്ഠിക്കേണ്ടതാണ്. എരിവ്, പുളി, മൺകലത്തിൽ വെന്തത്, 2 നേരത്തെ ഭക്ഷണം, പിന്നെ മദ്യം, താമ്പൂലം, ദുഷ്ടസംസർഗം എന്നിവ ഒഴിവാക്കുക തന്നെ വേണം. രാത്രികാലത്തെ ജപവും നിഷിദ്ധമാണെന്ന് ശ്രുതികളിൽ പറയുന്നുണ്ട്. ചൂതുകളിച്ചും ദുർഭാഷണങ്ങൾ ചെയ്തും സമയം കളയരുത്. നിത്യവും സ്തോത്രങ്ങളും വേദപാഠങ്ങളും കീർത്തിക്കണം. പൂജകളും ചെയ്യണം. ബ്രഹ്മചര്യവും മൗനദീക്ഷയും അനുഷ്ഠിക്കണം. നിലത്തേ ഉറങ്ങാൻ കിടക്കാവും. നിലത്ത് കിടന്നിട്ട് ഉറങ്ങണം. 3 സന്ധ്യകളിൽ സ്നാനം ചെയ്യണം. നിത്യം പൂജയും അർച്ചനയും ചെയ്യണം. ശൂദ്രകർമ്മങ്ങൾ ഒഴിവാക്കണം. ദാനം, കീർത്തനം, നൈമിത്തിക പൂജ, ഗുരുവിലും ദേവന്മാരിലുമുള്ള വിശ്വാസം തുടങ്ങി 12 കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ജപനിഷ്ഠന് സിദ്ധി കൈവരിക്കാം. നിത്യവും സൂര്യോപസ്ഥാനം ചെയ്തിട്ട് സൂര്യന് അഭിമുഖമായി നിന്ന് ജപിക്കണം. ബിംബത്തിലോ അഗ്നിക്ക് അഭിമുഖമായിട്ടോ പൂജിക്കാം. സ്നാനം, ജപം, പൂജ, ഹോമം, തർപ്പണം എന്നിവ നിഷ്കാമമായി ഈശ്വരാർപ്പണമായി ചെയ്യണം. ഇപ്രകാരമെല്ലാം ചെയ്താണ് പുരശ്ചരണം ചെയ്യേണ്ടത്. തപസ്, ധ്യാനം, ഹോമം എന്നിവ ചെയ്യുമ്പോൾ സർവഭൂതങ്ങളിലും കാരുണ്യം ഉണ്ടാവുകയും ആത്മാവിന് സന്തോഷമുണ്ടാവുകയും ചെയ്യും. തപസ്സുകൊണ്ട് ബ്രഹ്മജ്ഞാനവും സ്വർഗപ്രാപ്തിയും നേടാം. ഋഷിയോടുകൂടി ദേവതയെ സ്മരിക്കുന്നവന് എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാകും. ഇനി ഞാൻ കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം നാരദ മഹർഷി. ഏത് കർമ്മത്തിനും പുരശ്ചരണം ആദ്യം ചെയ്യണം. സ്വാധ്യായത്തിന് മുമ്പായി പ്രാജാപത്യം ആചരിക്കണം. ക്ഷൗരകർമ്മങ്ങളും മറ്റും കഴിച്ചൊരു രാത്രിയും പകലും മൗനിയായി കഴിയണം. പവിത്രമായ മന്ത്രങ്ങളും വ്യാഹൃതികളും ഓങ്കാരത്തോടുകൂടി ജപിക്കണം. പിന്നീട് തത്ത് എന്ന് തുടങ്ങുന്ന ഗായത്രി, ഋക്കും പവിത്രമായ ആപോഹിഷ്ഠാമയോ എന്ന സൂക്തവും ജപിക്കണം. പിന്നീട് പവിത്രമായ പവമാന്യ സൂക്തം തുടക്കത്തിലും അവസാനത്തിലും ജപിക്കണം. ഓങ്കാരത്തോടുകൂടി വ്യാഹൃതിത്രയത്തോടും കൂടി സാവിത്രി മന്ത്രം ജപിക്കണം. 1000 ഉരു ജപിക്കണം. ആചാര്യന്മാർക്കും ഋഷി, ഛന്ദസ്, ദേവതകൾക്കും തർപ്പണം ചെയ്യണം. അനാവശ്യ സംഭാഷണം ഒഴിവാക്കുക തന്നെ വേണം. ആരെയും നിന്ദിക്കരുത്. എല്ലാ കർമ്മങ്ങൾക്കും ഇത് തന്നെയാണ് നിയമം. ഇത് വിദ്യാമണ്ണം അനുഷ്ഠിച്ചാൽ സർവപാതകങ്ങളിൽ നിന്നും മുക്തനാകാം.
3 ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കുന്നവൻ ശുദ്ധനായി ബ്രഹ്മലോകം പ്രാപിക്കും. 8 എണ്ണം അനുഷ്ഠിച്ചാൽ ദേവതമാരെ കാണാം. 10 എണ്ണമായാലോ? 10 എണ്ണമായാൽ സമ്പൂർണമായ ഛന്തോജ്ഞാനമുണ്ടാകും. 3 നാൾ പകലുണ്ടും 3 നാൾ രാത്രി മാത്രമുണ്ടും 3 നാൾ യാചിക്കാതെ കിട്ടുന്ന ഭക്ഷണം കഴിച്ചും 3 ദിവസം ഉപവസിച്ചും വ്രതം അനുഷ്ഠിക്കാം. ഇപ്രകാരമാണ് പ്രാജാപത്യം അനുഷ്ഠിക്കേണ്ടത്. പഞ്ചഗവ്യം സേവിച്ച് 1 നാൾ കഴിക്കുക, 1 രാത്രി ഉപവസിക്കുക. ഈ വ്രതത്തിനാണ് കൃഷ്ണസാന്തപനം എന്ന് പറയുന്നത്. ഇപ്രകാരം 3 പ്രാവശ്യം ചെയ്യുന്നതിനാണ് മഹാസാന്തപനം എന്ന് പറയുന്നത്. 1 നേരം സ്നാനം ചെയ്ത് പാല്, ജലം എന്നിവ സേവിച്ച് 3 നാൾ കഴിച്ചാൽ സത്ത് തപകൃഷ്ണം ആകും. ജലം മാത്രം സേവിച്ചുകൊണ്ട് ജിതേന്ദ്രനായി 12 ദിവസം ചെയ്താൽ ആ വ്രതത്തിന് പരാഗം എന്ന് പറയുന്നു. ആ വ്രതം വളരെയധികം പുണ്യം സമ്പാദിക്കാൻ കാരണമാകുന്നു. വെളുത്ത പക്ഷത്തിൽ ഓരോ ഉരുള ചോറ് കൂട്ടിയും കറുത്ത പക്ഷത്തിൽ ഓരോ ഉരുള കുറച്ചും ഭക്ഷിച്ച് അമാവാസ്യാകുമ്പോഴത്തേക്ക് ശരിക്കും ഉപവസിക്കണം. ഈ വ്രതത്തിന് ചാന്ദ്രായണം എന്നാണ് പറയുന്നത്. ഇനി എന്താ? പ്രാതലിന് 4 ഉരുളയും സന്ധ്യക്ക് 4 ഉരുളയും ഭുജിച്ച് വ്രതമെടുക്കുന്നതിനെ ശിശുചാന്ദ്രായണം എന്ന് പറയുന്നു. ജിതേന്ദ്രനായി ഉച്ചക്ക് ഹവിസിന്റെ 8 ഉരുള വീതം ഭുജിക്കുക. ഇതിനെയാണ് യതിചാന്ദ്രായണ വ്രതം എന്ന് പറയുന്നത്. ഈ വ്രതം കൊണ്ടാണ് രുദ്രന്മാര്, ആദിത്യന്മാര്, മരുത്തുക്കള്, വസുക്കള്, ദേവന്മാര്, ഭൂമി തുടങ്ങിയവർ ക്ഷേമം അനുഭവിക്കുന്നത്. വിധി പോലെ ഈ വ്രതം അനുഷ്ഠിച്ചാൽ 7 ദിവസം കൊണ്ട് സപ്തധാതുക്കളും ശുദ്ധമായി തീരും. ഇപ്രകാരം വ്രതങ്ങൾ അനുഷ്ഠിച്ച് നിത്യകർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൽഫലങ്ങൾ ഉടനെ തന്നെ അനുഭവിക്കാൻ സാധിക്കും. നാരദ മഹർഷി, പുരശ്ചര്യാവ്രതം അനുഷ്ഠിക്കുന്നതിന് 3 ദിവസം മുൻപേ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഉപവാസം ചെയ്യണം. രാത്രി മാത്രം ഉണ്ണാതെയും ഈ വ്രതം അനുഷ്ഠിക്കാം. സർവകാമങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് ഗായത്രിയുടെ പുരശ്ചര്യ. ആദ്യം ദേഹശുദ്ധി വരുത്തുന്നതിനുള്ള വ്രതം സാധകൻ അനുഷ്ഠിക്കണം. അതിനുശേഷം പുരസ്ചരണം ചെയ്താൽ സമസ്ത ഫലങ്ങളും സിദ്ധിക്കുക തന്നെ ചെയ്യൂട്ടോ. അങ്ങനെ ഈ തപ്തകൃഷ്ടാദി ലക്ഷണം എന്ന 23-ാം അധ്യായം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു നമ്മള്. ഇനി കാമ്യകർമ്മങ്ങളും പ്രായശ്ചിത്തങ്ങളും എന്നുള്ള 24-ാമത്തെ അധ്യായം ആണ് നോക്കുന്നത്. അപ്പൊ ശ്രീനാരായണ മഹർഷി വീണ്ടും ചോദിക്കാൻ തുടങ്ങി, നാരായണ മഹർഷി, ഗായത്രി മന്ത്രം കൊണ്ടുള്ള ശാന്ത്യാദി പ്രയോഗങ്ങളെ പറ്റി ചുരുക്കി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. നാരദ, അങ്ങ് ചോദിച്ചത് അത്യന്തം ഗുഹ്യമായിട്ടുള്ളതാണ്. ദുഷ്ടന്മാരോടും ഭക്തിയില്ലാത്തവരോടും ഇതിനെപ്പറ്റി പറയരുത് കേട്ടോ. ശാന്തി ലഭിക്കാൻ ബ്രാഹ്മണൻ ചമത പാലിൽ മുക്കി ഹോമിക്കണം. വന്യച്ചമത അപ്രകാരം ഹോമിച്ചാൽ എല്ലാ ഗ്രഹദോഷങ്ങളും രോഗവും മാറും. അത്തി, അരിയാൽ എന്നീ മരത്തിൽ നിന്നുള്ള ഇളന്തണ്ടോ ശകലങ്ങളോ രോഗശാന്തിക്കായി ഹോമിക്കാറുണ്ട്. മുട്ടോളം വെള്ളത്തിൽ നിന്ന് സൂര്യൻ തർപ്പണം ചെയ്യുകയാണെങ്കിൽ ദോഷങ്ങൾ നീങ്ങി ശാന്തി ഉണ്ടാകും. കഴുത്തോളം വെള്ളത്തിൽ നിന്ന് ജപിച്ചാൽ പ്രാണഭീതി ഉണ്ടാകില്ല. മുങ്ങി ജപിക്കുകയാണെങ്കിൽ എല്ലാ ഉത്കൃഷ്ടങ്ങളും നേടുകയും ചെയ്യാം. സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ മണ്ണ് കൊണ്ടോ നിർമ്മിച്ച ഒരു പാത്രത്തിൽ പഞ്ചഗവ്യം ഒരുക്കണം. എന്നിട്ട് ക്ഷീരവൃക്ഷത്തിന്റെ വിറകെടുത്തുണ്ടാക്കിയ വന്നിയിൽ 1000 പ്രാവശ്യം പഞ്ചഗവ്യം ഹോമിക്കണം. അതിൽ നിന്ന് പതുക്കെ ശേഷം എടുക്കണം. പ്രത്യാഹൂതി ചെയ്ത് പാത്രത്തിൽ വെച്ചിരിക്കുന്ന ശേഷം 1000 ഉരു തൊട്ട് ജപിക്കണം. എന്നിട്ട് അതെടുത്ത് ബാധയുള്ള സ്ഥലത്ത് ദർഭ കൊണ്ട് പ്രോക്ഷണം ചെയ്യണം. പിന്നെ ദേവീ ധ്യാനത്തോടുകൂടി അവിടെ ബലിയം തൂകണം. പ്രകാരം ചെയ്താൽ ആഭിചാരം കൊണ്ടുള്ള ദോഷങ്ങളെല്ലാം നശിക്കും. ബാധാസ്ഥലത്ത് മധ്യത്തിൽ ശൂലം വെച്ച് 1000 ഒരു ഗായത്രി ജപിക്കണം. അതിനുശേഷം ആ ശൂലം വെച്ച സ്ഥലത്ത് കുഴിക്കണം. അങ്ങനെ ചെയ്താൽ ബാധ ഒഴിഞ്ഞു പോകും. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? പിന്നീട് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ മണ്ണ് കൊണ്ടോ ഉണ്ടാക്കിയ കുടത്തിൽ മന്ത്രം ജപിച്ച് ജലം നിറക്കണം. അതിനുശേഷം വെള്ളമണൽ വിരിച്ച സ്ഥലത്ത് ഈ കുടം വെക്കണം. അതിൽ കർപ്പൂരം, ചന്ദനം, വിഷ്ണുക്രാന്തി, പൂവാങ്കുറുന്തല, യവം, എള്ള്, വ്രീഹി, പിച്ചി, മുല്ല, പൂവള, കടുക്, പാൽവൃക്ഷത്തിന്റെ തളിരും അതിൽ നിക്ഷേപിക്കണം കേട്ടോ. ഊർജം കെട്ടിയ ദർഭയും അതിലിടണം. പിന്നീട് കുളിച്ച് ശുദ്ധമായി വേദജ്ഞരായ ബ്രാഹ്മണന്മാർ ഗായത്രി ജപിക്കണം. പിന്നെ ആ തീർത്ഥം രോഗിയുടെ ദേഹത്തിൽ പ്രോക്ഷിക്കുക. പിന്നീട് അത് കുടിപ്പിക്കുകയും വേണം. അപ്രകാരം ചെയ്താൽ എല്ലാ രോഗങ്ങളും ഇല്ലാതാകും.
ആ തീർത്ഥം അഭിഷേകം ചെയ്യുകയാണെങ്കിൽ മൃത്യുഭയം കൂടി ഇല്ലാതാകും. ദീർഘായുഷനായി അറിവുള്ളവർ ഇപ്രകാരം ചെയ്യാറുണ്ടെന്നായിരുന്നു മഹർഷി. 100 പശുക്കളെയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. പാലിൽ മുക്കി ചിത്തമൃതിന്റെ കമ്പ് മുറിച്ച് മൃത്യുഞ്ജയ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ സർവ്വവ്യാധികളും നശിക്കും. പാലിൽ മാന്തളർ മുക്കി ഹോമിച്ചാൽ പനി മാറും. വയമ്പ് പാലിൽ മുക്കി ഹോമിച്ചാൽ ക്ഷയരോഗം ഇല്ലാതാകും. സൂര്യന് നേദിച്ച ഹോമപ്പായസവും അന്നവും ഭുജിച്ചാൽ രാജേഷ്മാവ് എന്നുള്ള അസുഖം ഉണ്ടല്ലോ, അത് മാറും. കറുത്ത വാവിനാളിൽ സോമവല്ലി ചെറുതായി മുറിച്ച് പാലിൽ മുക്കി ഹോമിച്ചാൽ ക്ഷയരോഗം മാറും. ശംഖുപുഷ്പം ഇതേമാതിരി ഹോമിച്ചാൽ കുഷ്ഠം ഇല്ലാതെയാകും. പിന്നെന്താ, ചെറുകടലാടി അരി കൊണ്ട് ഹോമിച്ചാല് അപസ്മാരവും, നാൽപ്പാമരത്തിന്റെ കമ്പ് കൊണ്ട് ഹോമിച്ചാല് ഉന്മാദവും മാറും. അത്തിച്ചമത ഹോമിച്ചാല് അതിമേഹം, കരിമ്പ് നീരോ തേനോ ഹോമിച്ചാല് മേഹം, ഇതൊക്കെ മാറ്റാൻ പറ്റും. കപിലവർണ്ണമുള്ള പശുവിന്റെ നെയ്യ് കൊണ്ട് ഹോമിച്ചാൽ വസൂരി രോഗം മാറ്റാം. അത്തി, അരയാല് തുടങ്ങിയ ക്ഷീര വൃക്ഷങ്ങളുടെ കമ്പ് കൊണ്ട് ഹോമിച്ചാൽ നാൽക്കാലികളുടെ രോഗവും മാറും. വഹ്നിച്ചമതയും നെയ്യും ഹവിസ്സും കൊണ്ട് ഹോമിച്ച് ആ ദ്രവ്യങ്ങൾ ഗൃഹത്തിൽ തൂകിയാൽ എറുമ്പിൻ പുറ്റും തേനീച്ചയും ഗൃഹത്തിൽ നിന്ന് പോകും. കാട്ടുവഞ്ഞികൾ കൊണ്ട് ഹോമിച്ചാൽ ഭൂകമ്പം തുടങ്ങിയവ ഉണ്ടാവാതിരിക്കും. മൺകട്ട എടുത്ത് 100 ഗായത്രി ജപിച്ച് ഒരു ഭാഗത്ത് വെച്ചാലും ഭൂകമ്പം ഉണ്ടാവുകയില്ലെന്ന് പറയുന്നു. മനസ്സുകൊണ്ട് ജപിച്ചാൽ തന്നെ അവൻ ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകുത്രേ. തൊട്ട് ജപിച്ചാലും ജപിച്ച ജലം സേവിച്ചാലും ഭൂതബാധ ഒഴിഞ്ഞു പോകും. ഗായത്രി 100 ജപിച്ച് ഭസ്മം ധരിച്ചാൽ സർവ്വവ്യാധികളും തീർന്ന് ദീർഘായുഷ്മാനായി ഭവിക്കൂട്ടോ. തന്നെത്താൻ ജപിക്കാൻ അശക്തനെങ്കിൽ ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിക്കണം. ഒരു ദക്ഷിണ നൽകണം. പൂക്കൾ ഹോമിച്ചാൽ ശ്രീയും പുഷ്ടിയും അർത്ഥവും നേടാം. ചെന്താമരപ്പൂക്കൾ കൊണ്ട് ഹോമിച്ചാൽ ഐശ്വര്യം കൈവരിക്കാം. നല്ല പുത്തൻ പിച്ചകപ്പൂ ഹോമിച്ചാലും ചെന്നെല്ലിന്റെ അരി ഹോമിച്ചാലും ശ്രീ ഉണ്ടാകും. പിന്നെന്താ, കൂവളത്തിന്റെ ഇല, കൊമ്പ്, പുഷ്പം, ഫലം, വേര് എന്നിവ കൊണ്ട് ഹോമിച്ചാലും ശ്രീ ഉണ്ടാകും. ശ്രീ എന്ന് വെച്ചാൽ അറിയാലോ, ഐശ്വര്യം. കൂവളത്തിന്റെ ചമത നെയ്യിലോ പായസത്തിലോ മുക്കി 7 ദിവസം ഹോമിച്ചാല് ഇഷ്ടകന്യകയെ ലഭിക്കും, ഇഷ്ടവരനെയും ലഭിക്കും. ചുവന്ന താമര 100 പ്രാവശ്യം ആഹൂതി ചെയ്യുകയാണെങ്കിൽ സ്വർണം ലഭിക്കും. വരളിപ്പൊടി കൊണ്ട് ആഹൂതി ചെയ്യുകയാണെങ്കിൽ ധാരാളം ഗോക്കളെ നേടാം. തിന അരി കൊണ്ട് നെയ്പായസം ഉണ്ടാക്കി ഹോമിച്ചാൽ സന്താനവൃദ്ധി ഉണ്ടാകും. ആദിത്യന് ഹോമത്തോടുകൂടി അന്നവും പായസവും നിവേദിച്ചതിന് ശേഷം ഋതുസ്നാനം കഴിഞ്ഞ സ്ത്രീക്ക് കൊടുത്താൽ കൽപുത്രൻ ഉണ്ടാകും കേട്ടോ. ഫ്ലാഷിന്റെ ചമത ഹോമിച്ചാൽ ആയുസ് വർദ്ധിക്കും. എന്താ ഞാൻ പറഞ്ഞു തരേണ്ടത്? ക്ഷീരവൃക്ഷത്തിന്റെ തളിർച്ചില്ലകൾ ത്രിമധുരത്തിൽ മുക്കി മന്ത്രത്തോടുകൂടി ഹോമിക്കണം. എന്നാലോ സർവ ഐശ്വര്യ സിദ്ധിയാണ് ഉണ്ടാകുക. സ്വർണ്ണ നിറമുള്ള താമര വിട്ട് ഹോമിച്ചാല് 100 വയസ്സ് വരെ ജീവിക്കാം. ഇങ്ങനെ ഇപ്പൊ അങ്ങനെ ജീവിക്കുന്നത്. പാലിലോ നെയ്യിലോ മുക്കി വന്നിച്ചമത് 7 ദിവസം 100 വീതം ഹോമിച്ചാൽ അപമൃത്യു ഇല്ലാതാകാം. അത് നല്ലതന്നെ. ആലിന്റെ ചമത 100 എണ്ണം പായസത്തോടു കൂടി ഹോമിച്ചാലും അപമൃത്യു അകറ്റി നിർത്താം. ശ്രീനാരദ മഹർഷി, ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ടില്ല. ബാക്കി ഭാഗം ജഗദംബിയുടെ അനുഗ്രഹം, പൊന്നുണ്ണിക്കണ്ണന്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാം. പ്രകൃതി സ്വഭാവക്കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.